നമ്പർ സിസ്റ്റം ആണ് നോക്കുന്നത്. അപ്പൊ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിംപ്ലിഫിക്കേഷൻ പഠിച്ചു. അപ്പൊ സിംപ്ലിഫിക്കേഷനിൽ ഓൾറെഡി നമ്പർ സിസ്റ്റത്തിലെ ഒരു ടോപ്പിക് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരാന്ന് വെച്ചാൽ ഒരു മെയിൻ ടോപ്പിക് ആണ് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള ടോപ്പിക്. യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കൂ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു മെയിൻ ടോപ്പിക് ആണ്. ആൻഡ് രണ്ടാമത് വരുന്ന ഒരു ടോപ്പിക് ആണ് എന്ത്, നമ്പർ ഓഫ് സീറോസ്. അതായത് ഒരു പ്രോഡക്റ്റ് തരും, കുറെ നമ്പേഴ്സിന്റെ ലാസ്റ്റ് അതിന്റെ അവസാനം എത്ര സീറോസ് വരും, എൻഡില് എത്ര സീറോസ് വരും എന്നുള്ള പോലെ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. നമ്പർ ഓഫ് സീറോസ്, അവസാനം എത്ര സീറോസ് വരും എന്നുള്ള രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് വരും. ഇനി മൂന്നാമത്തെയാണ് ഡിവിസിബിലിറ്റി റൂൾ വരും. ഓരോ നമ്പേഴ്സ് തന്നിട്ട് അത് ഡിവിസിബിൾ ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ ഡിവിസിബിലിറ്റി റൂളിന്റെ ക്വസ്റ്റ്യൻസ് വരും. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് ചോദിക്കും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ഇനി അഞ്ചാമത്തെ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വരുന്നത് എന്താണ്, റിമൈൻഡർ തിയറം ആണ്. റിമൈൻഡർ തിയറം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മുടെ നമ്പർ സിസ്റ്റത്തില് നമുക്ക് പഠിക്കാനുള്ളത്. അതില് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി എന്ത് കവർ ചെയ്തു, യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്നത് കവർ ചെയ്തു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ കവർ ചെയ്യും. നമ്പർ ഓഫ് സീറോസ്, ഡിവിസിബിലിറ്റി റൂള്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, റിമൈൻഡർ തിയറം ഒക്കെ. അപ്പൊ അതിൽ തന്നെ ഞാനിപ്പോ പറയാണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, പറയൂ. നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? നോട്ട് സീറോ. നോട്ട് സീറോ. പക്ഷെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും 1 2 3 എന്ന് പറയുന്ന ആൾക്കാർ. 1 2 യെസ്, അങ്ങനെ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ സീറോ വരുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക, ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുക അല്ലെ. ഹോൾ നമ്പേഴ്സ്, യെസ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 0 1 2 3 അങ്ങനെ പോകും. സീറോ ഇൻക്ലൂഡഡ് ആണ്. ഇനി പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറും 1ഉം മാത്രമായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ് അല്ലെ. പ്രൈം നമ്പേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. 1 to 100ന്റെ ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 25. യെസ്, 1 to 100ന്റെ ഇടയിൽ ഒന്ന് ഓർത്ത് വെക്കൂട്ടോ. ചിലപ്പോ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. 1 to 100ന്റെ ഇടയിൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. RRB പ്രീവിയസ് ഇയേഴ്സിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 50 to 100ന്റെ ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1 to 100ന്റെ ഇടയിൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? യെസ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് പ്രൈം. പ്രൈം നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്പേഴ്സിന് നമ്മൾ മെയിൻലി കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഓപ്പോസിറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. പ്രൈം നമ്പേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെയാണ്. ഓപ്പോസിറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ നമ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്പേഴ്സിനെ ഞാൻ ക്ലാസിഫൈ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നമ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം? ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സിലേക്ക് ഞാൻ വരികയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം? എങ്ങനെയാണ് നമ്പേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം?
നമ്പേഴ്സിന് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് റിയൽ നമ്പർ, റിയൽ എന്നും റിയലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? ഇമാജിനറി നമ്പേഴ്സ് എന്നുമാണ്. ആൻഡ് നമ്മളുടെ സിലബസ് അനുസരിച്ച് നമുക്ക് ഇമാജിനറി നമ്പേഴ്സ് പഠിക്കാനില്ല, റിയൽ നമ്പേഴ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, റിയൽ നമ്പേഴ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇമാജിനറി നമ്പർ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ബേസിക് ആയിട്ട് അറിയാം എന്താണ്, റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയും. ഇനി റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്റിജേഴ്സ് വരുന്നുണ്ട് അതിനകത്ത്, അല്ലെ, ഇന്റിജേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആര് വരുന്നുണ്ട്? ഡെസിമൽസ് വരുന്നുണ്ട്. ഇന്റിജേഴ്സും ഡെസിമൽസും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഡെസിമൽസിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അത് ആർക്കെങ്കിലും അറിയാമോ? ഡെസിമൽസിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഡെസിമൽസിന് നമ്മൾ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്നും നോൺ ടെർമിനേറ്റ്, ഒരാൾ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ മറ്റേ ആൾ എങ്ങനെയായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും, അല്ലെ? ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ടെർമിനേറ്റിംഗ് ഡെസിമലിന്റെ ഒരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞുതരാമോ? ഒരു എക്സാമ്പിൾ ഓഫ് ടെർമിനേറ്റിംഗ് ഡെസിമൽ, ടെർമിനേറ്റിംഗ് ഡെസിമലിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. 0.666666. അത് ടെർമിനേറ്റിംഗ് ആണോ? 0.67. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരാണ് എക്സാമ്പിൾ പറഞ്ഞത്? എന്തായാലും എക്സാമ്പിൾ പറഞ്ഞ ആള് പറഞ്ഞ പോലെ 0.666666 എന്ന് പറഞ്ഞു പോവാണ്. അതായത് ഇത് എവിടെന്നെങ്കിലും പോയി നിൽക്കുന്നുണ്ടോ? ഇല്ല, ഇങ്ങനെ പോവാണ്. അതിന് ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, അതിന്റെ എൻഡ് ഉണ്ട്, അല്ലെ? അപ്പൊ അത് ദാറ്റ് ഇസ് ടെർമിനേറ്റിംഗ്. പക്ഷെ 0.6666 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അല്ലെ? അതിനൊരു അന്ത്യം ഇല്ല. അതിനെയാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ 1/3 എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ വരാം? 0.3333 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഇസ് നോൺ ടെർമിനേറ്റിംഗ്. ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ 1/2 ഞാൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 0.5, അല്ലെ? അത് അവസാനിച്ചു. 1/8 എടുക്കുകയാണെങ്കിൽ എത്ര വരും? 0.125 വന്നു. അപ്പൊ ഇങ്ങനത്തെ നമ്പേഴ്സ് ഇപ്പൊ 0.5, 0.4 അങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ എന്താണ്? ദേ ആർ ടെർമിനേറ്റിംഗ്. അത് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സിന് ഒരു അവസാനം ഇല്ല, അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നത്, ഇങ്ങനെ നമ്പേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. 6 ഡിജിറ്റ് നമ്പർ 4, 7, 6 പിന്നെ ഒരു XY5 ആണ്, is divisible by 125. How many such 6-digit numbers are there എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് is 2, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് is 3, ഓപ്ഷൻ സി എന്ന് പറയുന്നത് is 4, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് is 5. അതായത് ഒരു 6-ഡിജിറ്റ് നമ്പർ ഉണ്ട്, അത് 125 വെച്ച് ഡിവിസിബിൾ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു XY5 എന്നുള്ള രീതിയിൽ എങ്ങനെ എത്ര 6-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഡിവിസിബിലിറ്റി റൂൾ ആണ്. എങ്ങനെയാണ് നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ വരുന്നത്? ഓരോ നമ്പർ വെച്ച് ഡിവിസിബിൾ ആണോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ ഒരു 1 to 20 നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഈ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിവിസിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ബാക്കി കുറെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഡിവിസിബിലിറ്റി റൂൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ, നമ്മൾ ഈ റൂൾ ഒരു കുറെ തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് ഓർമ്മ വരും. സോ ആദ്യത്തെ നമ്മൾ റൂള് പഠിക്കാൻ പോകുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കാം. 2ന് ഞാൻ എടുത്തു. 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു നമ്പർ എടുത്തു എന്ന് വിചാരിക്കാം. ഏതാണ് ഇപ്പൊ നമ്പർ എടുക്കുകയാണെങ്കിൽ ഇപ്പം 284 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു. അപ്പൊ 2 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റ്, നമ്മുടെ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. അതൊരു ഈവൻ നമ്പർ ആണെങ്കിൽ, ഒന്നില്ലെങ്കിൽ എന്താവണം? ഈവൻ നമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കണം? 0 ആയിരിക്കണം. സോ 2 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആവുക, അല്ലെങ്കിൽ 0 ആവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 2 വെച്ച് ഡിവിസിബിൾ ആണ്. അതായത് ഈവൻ നമ്പർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നില്ലെങ്കിൽ 2 ആവാം, 4 ആവാം, 6 ആവാം, 8 ആവാം, അല്ലെങ്കിൽ 0 ആവാം.
അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? 2 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം: ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെ, ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ എങ്ങനെയായിരിക്കണം? ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ മസ്റ്റ് ബി എന്തായിരിക്കണം? മസ്റ്റ് ബി ഈവൻ. ഒന്നില്ലെങ്കിൽ ഈവൻ ആയിരിക്കണം, മസ്റ്റ് ബി ഈവൻ ഓർ 0. ഒന്നില്ലെങ്കിൽ ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. അപ്പൊ നമുക്ക് 2 വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് പറയാം. ഇനി 3 എടുക്കുകയാണെന്ന് വിചാരിക്കും. നെക്സ്റ്റ് നമ്പർ നമ്മൾ 3 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ 3യുടെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ നോക്കുകയാണ്. 3 ആണെങ്കിൽ വളരെ ഈസിയാണ് 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ. നമുക്കിപ്പോ ഒരു നമ്പർ തന്നിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ് 3 വെച്ചിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഇപ്പം 1, 2, 3 എന്ന് പറയുന്ന നമ്പർ. എനിക്ക് ഈ നമ്പർ 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിജിറ്റ്സിന്റെ സമ്മ് നോക്കാം. 1 + 2 + 3 ഡിജിറ്റ്സിന്റെ സമ്മ് നോക്കി എത്ര കിട്ടി? 3 3 6 എന്ന് കിട്ടി. 6 3 വെച്ച് ഡിവിസിബിൾ ആണോ? ആണ്. സോ 1, 2, 3 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3. അപ്പൊ 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ നോക്കുക. And if the sum of the digits of the number is divisible by 3, then the number is divisible by 3. അപ്പോൾ 3 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ എഴുതാം? സം ഓഫ് ദ ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം? സം ഓഫ് ദ ഡിജിറ്റ്സ് മസ്റ്റ് ബി ഡിവിസിബിൾ അല്ലെ, മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 3. മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 3. 3 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. ഡിജിറ്റിന്റെ സം എടുക്കുമ്പോൾ അതും എങ്ങനെയായിരിക്കണം? 3 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. അപ്പം ഞാനിപ്പോ ഒരു നമ്പർ പറയാണ്. എന്താണ്? 3, 8, 1. ഈ നമ്പർ 3 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് പറയൂ. ഈസ് ദിസ് നമ്പർ ഡിവിസിബിൾ ബൈ 3 ഓർ നോട്ട്? അതെ അതെ അല്ലെ. നമ്മൾ എന്താ ചെയ്യുക? 3 + 8 + 1 ചെയ്തു. ദാറ്റ് ഇസ് 3 + 9 വന്നു. എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ് അല്ലെ. 8 1 9, 9 3 എന്ന് പറയുമ്പോൾ 12 ആണ് വരുന്നത്. ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 3 അല്ലെ. 12 ഇസ് ഡിവിസിബിൾ ബൈ 3. സോ എന്താണ്? 3 വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് കിട്ടി. ഇനി നമ്മൾ 4ന്റെ, ഇനി 3യുടെ ഡിവിസിബിലിറ്റി റൂള് പോലെ തന്നെയാണ് നമുക്ക് പെയർ ചെയ്ത് പഠിക്കാം. 3യുടെ പോലെ തന്നെ വരുന്ന ആളാണ് 9 എന്ന് പറയുന്നത്. 3യും 9ഉം ഒരേപോലെയാണ്. അതായത് 9ന്റെ ഡിവിസിബിലിറ്റി റൂള് നമ്മൾ എഴുതുകയാണെങ്കിൽ, 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഞാൻ എഴുതുകയാണെങ്കിൽ 9ഉം ഇതുപോലെ തന്നെയാണ്. 9ന്റെ ഡിജിറ്റ്സും എങ്ങനെയാണ്? സം ഓഫ് ദി ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം? 9 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് 3, 2, 8, 5 9 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 + 2 + 8 + 5 നോക്കാം. അപ്പൊ എത്ര വരും? 3 + 2 is 5, 5 + 5 10, 18. 18 is divisible by 9 ആണ്. സോ എങ്ങനെയാണ്? 18 is divisible by 9. 18 9 വെച്ച് ഡിവിസിബിൾ ആണ്. സോ എന്താണ്? ഇറ്റ് ഇസ് divisible by 9. അപ്പൊ 9ന്റെ ഡിവിസിബിലിറ്റി റൂളും സെയിം തന്നെയാണ്. 3 പോലെ തന്നെ നമുക്ക് പെയർ ചെയ്ത് ആരെയും പഠിക്കാം? 9നെയും പഠിക്കാം. അതായത് എന്താണ്? സം ഓഫ് ദ ഡിജിറ്റ്സ് മസ്റ്റ് ബി divisible by 9. Must be divisible by 9. 9 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം സം ഓഫ് ദ ഡിജിറ്റ്സ്. അപ്പം 3നെയും 9നെയും നമ്മൾ എന്ത് ചെയ്തു? ഒരേപോലെ പെയർ ചെയ്ത് പഠിച്ചു. 3നെയും 9നെയും നമ്മൾ ഒരേപോലെ പെയർ ചെയ്ത് പഠിച്ചു. 3യും 9ഉം ഒരേപോലെ. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് 4 ആണ് അല്ലെ. അപ്പൊ 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ. നമ്മൾ പവർ ഒക്കെ എടുത്ത് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചപ്പോ ഞാൻ 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. പറയൂ, 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാ വരുന്നത്? എങ്ങനെയാ 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ വരുന്നത്? ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ. യെസ്, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് എന്ത്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് ഡിവിസിബിൾ ബൈ
4 ആണെങ്കിൽ നമ്മൾ പറയും അത് 4 വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് പറയാം. അപ്പൊ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 4 വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് നമ്മൾ പറയും. ഇനി ഇതേപോലെ തന്നെയാണ് ആരും വരുന്നത്, 8ഉം വരുന്നത്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് 4 വെച്ചാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? 4 വെച്ചാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെയാണ് നമ്മൾ നോക്കിയത്. 8 വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 4 വെച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സിന് നോക്കുകയാണെങ്കിൽ 8 വെച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെയാണ് നമ്മൾ നോക്കുന്നത്. അവസാനത്തെ 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് നോക്കണം. ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് നോക്കണം. സോ നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ട് അതിൽ 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനത്തെ 2 ഡിജിറ്റ്സ് എടുത്തിട്ട് അത് 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. ഇനി ഒരു നമ്പർ തന്നിട്ട് അത് 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുത്തിട്ട് അത് എന്ത് ചെയ്യണം? അത് 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. അപ്പൊ 4ഉം 8ഉം നമ്മൾ എന്ത് ചെയ്തു? ഒരു സെറ്റ് ആയിട്ട് അടുത്ത പേരായിട്ട് 4ഉം 8ഉം പഠിച്ചു. 3ഉം 9ഉം ഒരു പേര് പഠിച്ച പോലെ 4ഉം 8ഉം പഠിച്ചു. ഇനി 4 കഴിഞ്ഞാൽ 5 വരുന്നുണ്ട് അല്ലെ? 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് നോക്കാം. 5 വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 5 വെച്ചൊരു നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഡിജിറ്റ്സ് എന്തൊക്കെയായിരിക്കണം? 0 or 5 ആയിരിക്കണം അല്ലെ? ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ നമ്മൾ പറയും അത് 5 വെച്ച് ഡിവിസിബിൾ ആണ്. ഇതേപോലെ തന്നെ 10 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ നമ്മൾ പറയും എന്ത്? 10 വെച്ച് ആ നമ്പർ ഡിവിസിബിൾ ആണ്. അപ്പൊ 5ഉം 10ഉം അതിന്റെയും ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പഠിച്ചു. അപ്പൊ 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു. ഇനി 6നെ നമുക്ക് നോക്കണം. ഓക്കെ, 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2, 3. യെസ്, 2, 3 ആണ് 6ന്റെ ഫാക്ടേഴ്സ്. അപ്പൊ 6 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെക്ക് ഇഫ് ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 2 or 3. അപ്പം 6 വെച്ച് ഡിവിസിബിൾ ആണെന്ന് അറിയണമെങ്കിൽ എന്താണ്? ദ നമ്പർ മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ എങ്ങനെയാണ്? മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 2 and 3 അല്ലെ? 2 വെച്ചും 3 വെച്ചും എങ്ങനെയായിരിക്കണം? മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 2 and 3. 2ഉം 3ഉം വെച്ച് എങ്ങനെയായിരിക്കണം? നമ്പർ ഡിവിസിബിൾ ആയിരിക്കണം. ഇനി 6 പോലെ തന്നെ വരുന്ന അടുത്ത ആളാണ് ആര്? 12 എന്ന് പറയുന്നത്. 12ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആര് വെച്ച് ഡിവിസിബിൾ ആണെന്ന് നോക്കിയാൽ മതി? ആരെ വെച്ച് നോക്കിയാൽ മതി? യെസ്, ഡിവിസിബിൾ ബൈ 4 and 3 അല്ലെ? ഡിവിസിബിൾ ബൈ 4 and 3 നോക്കിയാൽ മതി. ബൈ 4 and 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കുക. ഇനി അതേപോലെയാണ് 14ന്റെ ചോദിച്ചാൽ നമ്മൾ എന്ത് ആരെ വെച്ച് ഡിവിസിബിൾ ആണോ നോക്കും? ഡിവിസിബിൾ ബൈ 2 and 7. യെസ്, ഡിവിസിബിൾ ബൈ 2 and 7 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കും. 15 ആണ് ചോദിക്കുന്നതെങ്കിലോ സെയിം പോലെ തന്നെ നമ്മൾ നോക്കും. ഡിവിസിബിൾ ബൈ ആരൊക്കെയാണ് ഫാക്ടേഴ്സ് 15ന്റെ? 3 and 5. യെസ്, 3 and 5 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കും. 18 ആണെങ്കിലോ ഡിവിസിബിൾ ബൈ ഏതാണ്? 9 and 2 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കും. അപ്പൊ ഇത്രയും നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ ഒറ്റയടിക്ക് പഠിച്ചു അല്ലെ? 6, 12, 14, 15, 18. ഇനി ആരാണ് നമുക്ക് പഠിക്കാനുള്ളത്? 7ന്റെ പഠിക്കണം. 7ന്റെ ഡിവിസിബിലിറ്റി റൂളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പൊ ഒരു നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7 ആണോ ഇല്ലയോ എന്ന് നോക്കണമെങ്കിൽ ഇതുവരെ പഠിച്ചതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. 7ന്റെ ഡിവിസിബിലിറ്റി റൂള്. അപ്പൊ 7 എടുത്തു എന്ന് വിചാരിക്കാം. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കാണ്. അതായത് 343. ഈ നമ്പർ 7 വെച്ച് ഡിവിസിബിൾ ആണോ ഇല്ലയോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു. എന്നിട്ട് ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആദ്യത്തെ 2 ഡിജിറ്റ്സിനെ അങ്ങനെ തന്നെ എഴുതാം, 34. അതിൽ നിന്ന് 2 വെച്ച് ലാസ്റ്റ് ഡിജിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 3 into 2, 6 മൈനസ് ചെയ്യും. അപ്പൊ 34ൽ നിന്ന് 6 പോയി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28. യെസ്, 28 എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 7 അല്ലെ?
7 4s are 28 ആണ്. സോ ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7. അപ്പൊ 7 വെച്ച് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള നമ്പറിൽ നിന്ന് എന്ത് ചെയ്യാം? അത് മൈനസ് ചെയ്ത് നോക്കുക. കിട്ടുന്ന വാല്യൂ എങ്ങനെയാണ്? 7 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇത് 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലാട്ടോ, 4 ഡിജിറ്റ് 5 ഡിജിറ്റ് ഏത് ഡിജിറ്റ് ആണെങ്കിലും ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ. ഇപ്പൊ ഞാൻ പറയാണ് ഒരു ABCD എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കും. ഇത് 7 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഡിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 2D എന്ന് കിട്ടി. ബാക്കിയുള്ള ആദ്യത്തെ 3 നമ്പർ ഇല്ലേ ABCനെ അങ്ങനെ തന്നെ എടുത്തെഴുതി. ABC മൈനസ് 2D എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു n എന്ന് പറയുന്ന വാല്യൂ ആണ്. ആൻഡ് ദിസ് n മസ്റ്റ് ബി എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 7 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. അപ്പൊ ഒരു നമ്പർ 7 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്താ ചെയ്യുക? അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, എന്നിട്ട് അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, എന്നിട്ട് അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഡിജിറ്റ്സിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 7 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7. അപ്പൊ ഇതുവരെ പഠിച്ച പോലെയല്ല, 7ന്റെ ഡിവിസിബിലിറ്റി വന്നപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്, ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റ് എടുക്കുക, നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക, അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ള നമ്പേഴ്സിൽ നിന്ന് ഇതെന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 7 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7. അപ്പൊ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു അല്ലെ? 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചു. ഇനി 7നെ പോലെ തന്നെയാണ് 17ന്റെയും ഡിവിസിബിലിറ്റി റൂൾ. 7നെ പോലെ തന്നെയാണ് 17ന്റെയും വരുന്നത്. ബട്ട് ദ ഓൺലി തിങ് ഇസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഡിഫറെന്റ് ആണ്. 7 ആണെങ്കിൽ നമ്മൾ എന്താണ്? 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 7 ആണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി 17 ആണെങ്കിൽ ഫോർ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ് 1904 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എടുത്തു. അപ്പൊ 1904 എനിക്ക് 17 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കാം. യൂഷ്വലി എക്സാമിന് ചോദിക്കുക ഈ 17 ഒക്കെയാണ്, ബിക്കോസ് ഇറ്റ്സ് കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ. 17ന്റെ ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ നമുക്ക് പെട്ടെന്ന് ഡിവിസിബിലിറ്റി റൂൾ പഠിക്കാത്ത ഒരാൾക്ക് 17ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ 17 ഒക്കെ ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഒരു നമ്പർ 17 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ 7ന്റെ പോലെ തന്നെ ലാസ്റ്റ് ഡിജിറ്റ്സിനെ നമ്മൾ എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയോ? 5 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 7ന്റെ കേസിൽ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിനെ 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 17ന്റെ കേസിൽ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 190 മൈനസ് 5 into 14 അല്ലെ? 5 into 4 that is 20. 190 minus 20 that is 170 divided by 7 ചെയ്തു അല്ലെ? 17 that is എന്താണ്? 10 വന്നു. ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 17 ആണെന്ന് കിട്ടി അല്ലെ? അല്ലാതെ 1904 നിങ്ങൾ 17 വെച്ച് ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട. ഡിവിസിബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. 17 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ ആ നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് ബാക്കിയുള്ള നമ്പേഴ്സിന് മൈനസ് ചെയ്യാം. അപ്പൊ കിട്ടുന്ന നമ്പർ 17 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കുക. then the number is divisible by 17. ഇനി ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന വേറെ 2 നമ്പേഴ്സും കൂടി ഉണ്ട്, 13ഉം 19ഉം. 7ഉം 17ഉം പെയർ ചെയ്ത പോലെ തന്നെ നമുക്ക് 13നെയും 19നെയും പെയർ ചെയ്യാം. അപ്പൊ 13ന്റെ ഡിവിസിബിലിറ്റി എനിക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ഞാൻ ഒരു നമ്പർ എടുത്തു 325. ഇത് 13 വെച്ച് ഡിവിസിബിൾ ആണോ ഇല്ലയോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നറിയോ? അവസാനത്തെ ഡിജിറ്റിനെ ലാസ്റ്റ് ഡിജിറ്റിനെ ഞാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? ലാസ്റ്റ് ഡിജിറ്റിനെ ഞാൻ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 7ന്റെ കേസിൽ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 17ന്റെ കേസിൽ നമ്മൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഞാൻ പിന്നെയും പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ആവാനാണ്. 7ന്റെ കേസിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് 17ന്റെ കേസിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ അത് ലോക്ക് ചെയ്തു. 7ന്റെയും 17ന്റെയും. 7ന് 2 ആയിരുന്നു, 17ന് 5 ആയിരുന്നു. ഇനി 13ന്റെ കേസിൽ നമ്മൾ എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ലാസ്റ്റ് ഡിജിറ്റിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് എഴുതും? 32 ആൻഡ് 5 4s are 20 അല്ലെ? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അവിടെ നമ്മൾ മൈനസ് ആണ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യും. അവിടെ നമ്മൾ മൈനസ് ചെയ്തു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു.
32 plus 20, it is equal to എന്ത് വരും 52. 52 13 വെച്ച് ഡിവിസിബിൾ ആണോ? അതെ, 13 into 4s are 52. അപ്പൊ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 13. അപ്പൊ 13 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ള നമ്പേഴ്സിന്റെ കൂടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ബാക്കിയുള്ള നമ്പേഴ്സിന്റെ കൂടെ ആഡ് ചെയ്തു. 4 വെച്ചിട്ടാണ് 13 മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ റൂള് പോലെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ, ABCD. ഇവിടെ നമുക്ക് റൂള് പോലെ എഴുതുകയാണെങ്കിൽ 17 വെച്ച് മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുന്ന ഒരു ABCD എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. 17 വെച്ച് 17ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ABCയിൽ നിന്ന് -5D ചെയ്യും. കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് N അല്ലെങ്കിൽ M എന്ന് പറയാം. ഈ നമ്പർ M എങ്ങനെയായിരിക്കണം? must be divisible by 17 ആയിരിക്കണം. M 17 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിസിബിലിറ്റി റൂൾ ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നതാണത്. നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവാൻ ABCD എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അപ്പൊ അത് 17 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? -5D ആണ് ചെയ്യേണ്ടത്. 5D മൈനസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള നമ്പേഴ്സിന് കിട്ടുന്ന വാല്യൂ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 17. ഇനി 13 എഴുതുകയാണെങ്കിൽ ഞാൻ പറയാണ് ABCD എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അതിനെന്ത് ചെയ്തു? നമുക്ക് 13 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ ABCയുടെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 4D കൂട്ടണം. അപ്പൊ കിട്ടുന്ന നമ്പർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ അപ്പൊ കിട്ടുന്ന നമ്പറിനെ P എന്ന് വിളിക്കുകയാണെങ്കിൽ P must be divisible by എങ്ങനെയായിരിക്കണം? 13 ആയിരിക്കണം. P must be divisible by 13 ആണെങ്കിൽ നമ്മൾ പറയും എന്ത്? The number ABCD is divisible by 13. ഇങ്ങനെ എഴുതുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. P by 13 P must be divisible by P എന്ന് കിട്ടുമ്പോൾ P must be divisible by 30. Then the number ABCD is divisible by 30. ഇനി 13 പോലെ തന്നെയാണ് ആര് വരുന്നത്? 19 വരുന്നത്. 19ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു നമ്പർ 361 എന്നൊരു നമ്പർ എടുത്തു. അപ്പം നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അതിന് നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റിന് നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനു മുമ്പ് ലാസ്റ്റ് ഡിജിറ്റിന് നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആരുടെ കേസിലായിരുന്നു? ഏത് കേസിലായിരുന്നു ലാസ്റ്റ് ഡിജിറ്റിന് 2 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്? 7. യെസ്, 7ന്റെ കേസിലായിരുന്നു. 17ന്റെ കേസിൽ ലാസ്റ്റ് ഡിജിറ്റിന് എന്ത് വെച്ചായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തത്? 5. യെസ്, 5 ആയിരുന്നു. മാർക്കരുത്. അപ്പൊ 19നും 2 വെച്ചാ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 36 ഉണ്ട്. പ്ലസ് ആണ് വരിക, മൈനസ് അല്ല. +2 വരും. 36 + 2 is 38. 36 + 2 is 38 വരും. 38 19ന്റെ എത്ര ടൈംസ് പോകും? 2 ടൈംസ് പോകും അല്ലെ? സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് പോകും. ഇറ്റ് ഇസ് divisible by 19 ആണ് വരുന്നത്. അപ്പൊ 19ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ എഴുതുകയാണെങ്കിൽ ABCD എന്ന് പറയുന്ന നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ABC plus 2D ചെയ്യാണ്. ആൻഡ് അപ്പൊ കിട്ടുന്ന വാല്യൂ Q must be divisible by 19 ആണെങ്കിൽ നമ്മൾ പറയും the number is divisible by 19. ഇനിയിപ്പോ നമുക്ക് ആരുടെ ഡിവിസിബിലിറ്റി റൂൾ ആണ് പഠിക്കാൻ ബാക്കിയുള്ളത്? എല്ലാവരുടെ ഡിവിസിബിലിറ്റി റൂളും നമ്മൾ പഠിച്ചു അല്ലെ? 2 3നെ പോലെ തന്നെയാണ് 9 വരുന്നത്. അത് കഴിഞ്ഞ് 4നെ പോലെയാണ് 8 വരുന്നത്. then 5 10 then 6 12 14 15 ഒക്കെ പഠിച്ചു. then 6 7 നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ മിസ് ആയിട്ടുണ്ടോ? യെസ്, ഏത് നമ്പറാണ് നമ്മൾ മിസ് ആയത്? അത് പറയൂ. 11. യെസ്, 11ന്റെ ഡിവിസിബിലിറ്റിയും കൂടി പഠിക്കാനുണ്ട്. അപ്പൊ 11ന്റെ ഡിവിസിബിലിറ്റി ഭയങ്കര ഈസിയാണ്. അതായത് ഞാൻ ഒരു നമ്പർ എടുക്കാന്ന് വിചാരിക്കാം, 9174. ഈ നമ്പർ 11 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ഓഡ് ഡിജിറ്റ്സിന്റെയും ഈവൻ ഡിജിറ്റ്സിന്റെയും സം എടുക്കും. അപ്പൊ ഓഡ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 9ഉം 7ഉം എന്താണ്? ഓഡ് ഡിജിറ്റ്സ് ആണ് അല്ലെ? ഓഡ് ഡിജിറ്റ്സ് ആണ്. അതായത് ഓഡ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓഡ് പ്ലേസസിൽ വരുന്ന ഡിജിറ്റ്സ്. അപ്പൊ 1ാമത്തെ 3ാമത്തെയും പ്ലേസിലാണ് 9ഉം 7ഉം വരുന്നത്. ഈവൻ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 1ഉം 4ഉം അല്ലെ? 2ഉം 4ഉം പൊസിഷനിലാണ് ഈവൻ ഡിജിറ്റ്സ് വരുന്നത്. അപ്പൊ ഇവര് ഈവൻ ഡിജിറ്റ്സ് ആണ്. ദീസ് ആർ ഈവൻ ഡിജിറ്റ്സ്. ഇവരാരാണ്? ഇവര് രണ്ടുപേരും ഓഡ് ഡിജിറ്റ്സ് ആണ്. ഓഡ് ഡിജിറ്റ്സ് ആണ്.
സോ ഈ ഓഡ് ഡിജിറ്റ്സ് ഈവൻ ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ കുറെ പേര് അത് ഡിജിറ്റ് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് കൺഫ്യൂസ്ഡ് ആവും. അല്ല, പ്ലേസ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓഡിന്റെ പ്ലേസിൽ ഇരിക്കുന്ന ഡിജിറ്റ്, അതായത് ആദ്യവും മൂന്നാമത് അല്ലെ 1, 3, 5 അങ്ങനെ ആ ഒരു പ്ലേസസിൽ ഇരിക്കുന്ന ഡിജിറ്റ്സ് ആണ് ഓഡ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈവൻ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ പ്ലേസസിൽ ഇരിക്കുന്ന ഡിജിറ്റ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ 11 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഓഡ് പ്ലേസസിൽ ഇരിക്കുന്ന ഡിജിറ്റ്സിന്റെ സം എടുക്കുക. ഓഡ് പ്ലേസസിൽ ഇരിക്കുന്ന ഡിജിറ്റ്സ് 9ഉം 7ഉം ആണ്. 9 + 7. അതിൽ നിന്ന് ഈവൻ പ്ലേസസിൽ ഇരിക്കുന്ന ഡിജിറ്റ്സിന്റെ സം സബ്ട്രാക്ട് ചെയ്യാം. 1 + 4 ചെയ്തു. അപ്പൊ എന്ത് വരും? 9ഉം 7ഉം 16 ആണ്. 16 - 5 that is equal to 11. 11 is divisible by 11. അപ്പൊ ഒരു നമ്പർ 11 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സിന്റെ സം എടുത്ത് അതിൽ നിന്ന്, അല്ല അങ്ങനെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യണ്ട. ഓഡ് ഡിജിറ്റ്സിന്റെയും ഈവൻ ഡിജിറ്റ്സിന്റെയും സമ്മിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ദെൻ ആ ഡിഫറൻസ്, ആ വാല്യൂ ഇസ് ഡിവിസിബിൾ ബൈ 11 ആണെങ്കിൽ നമ്മൾ പറയും ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11. ഞാൻ എഴുതുകയാണ്, ABCD എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ പറയും A+Cയിൽ നിന്ന് ആരെ കുറയ്ക്കണം? B+Dനെ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, ഫോർ എക്സാമ്പിൾ സേ X ആണ്, ആൻഡ് X മസ്റ്റ് ബി എങ്ങനെയായിരിക്കണം? X മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ, ഇറ്റ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 11. അത് 11 വെച്ച് ഡിവിസിബിൾ ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും 11 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം 2 തൊട്ട് 9, അതായത് 1 to 20 വരെയുള്ള നമ്പേഴ്സിന്റെ എന്ന് പറയാം, അല്ലെങ്കിൽ 2 തൊട്ട് 19 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചു. ആദ്യം പഠിച്ചത് 2 ആണ്. 2 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഈവൻ നമ്പറോ 0 ആയിരിക്കണം. ഇനി 3 വരികയാണെങ്കിൽ എങ്ങനെയാണ്? സം ഓഫ് ദ ഡിജിറ്റ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം? സം ഓഫ് ദ ഡിജിറ്റ്സ് നോക്കുമ്പോൾ അത് 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അത് 3 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ 9ഉം അല്ലെ, സം ഓഫ് ദ ഡിജിറ്റ്സ് നോക്കുക, അത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക, ദെൻ ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9. ഇനി 4ലേക്ക് വരികയാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 4. അവസാനത്തെ 2 ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം? 4 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. ഇനി 8ലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ്? അവസാനത്തെ 3 ഡിജിറ്റ്സ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 8. അപ്പൊ 4ഉം 8ഉം പെയർ ചെയ്ത് നമ്മൾ പഠിച്ചു. ഇനി 5ഉം 10ഉം ആണെങ്കിൽ നിങ്ങൾക്കറിയാം, 5 ആണെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. 10 ആണെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് 0 ആയിരിക്കണം. ഇനി 6, 12, 14, 15 അതേപോലെ 18 എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഫാക്ടേഴ്സ് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 6 ആണെങ്കിൽ 2ഉം 3ഉം വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. 12 ആണെങ്കിൽ 4ഉം 3ഉം വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. 14 ആണെങ്കിൽ 7ഉം 2ഉം വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. 15 ആണെങ്കിൽ 3ഉം 5ഉം വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. 18 ആണെങ്കിൽ 9ഉം 2ഉം വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. ഇനി 7, ഈ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ വളരെ വളരെ ഇമ്പോർട്ടന്റ്. എപ്പോഴും 7ഉം 17ഉം 19ഉം ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ അവസാനം പഠിച്ചില്ലേ, ആ ലാസ്റ്റത്തെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തെഴുതുന്നത്, അത് എപ്പോഴും ചോദിക്കും. 7, 17 അതേപോലെ തന്നെ 13, 19 എന്ന് പറയുന്നത് ഒരു ഫേവറേറ്റ് ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 7, 17, 13, 19. സോ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ബാക്കിയുള്ള നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂ മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 7. ഇനി 17 ആണെങ്കിൽ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് അപ്പൊ കിട്ടുന്ന വാല്യൂ, എന്നിട്ട് ബാക്കിയുള്ള നമ്പറിൽ നിന്ന് അതെന്ത് ചെയ്യുക? കുറയ്ക്കുക, അല്ലെ, ABC - 5D ചെയ്യുക, ദെൻ ദ നമ്പർ മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 17. അപ്പൊ 7 ആണെങ്കിൽ 2, 17 ആണെങ്കിൽ 5, ആൻഡ് ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? മൈനസ് ആണ് ചെയ്യുന്നത്. അവിടെയും കുറെ പേര് തെറ്റിക്കും. 7, 17, 13, 19 പഠിച്ചിട്ട് എക്സാമിന് പോയിട്ട് പ്ലസും മൈനസും തെറ്റിക്കും. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? മൈനസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കണം. ഇനി 13 വരികയാണെങ്കിൽ നമ്മൾ എന്താണ്? 4 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുക? പ്ലസ് ആണ് ചെയ്യുന്നത്. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് പ്ലസ് 4D. അപ്പൊ 13ന്റെ കേസിൽ പ്ലസ് 4 ചെയ്യുന്നു, ആൻഡ് 19ന്റെ കേസിൽ പ്ലസ് 2 ചെയ്യുന്നു. ഓക്കെ, 19ന്റെ കേസിൽ ഇറ്റ് ഇസ് പ്ലസ് 2D. 2D എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്ലസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 11ന്റെ കേസിൽ എന്താ ചെയ്തത്? നമ്മൾ ഡിജിറ്റ്സ് എടുത്തു. 11ന്റെ കേസിൽ ഇപ്പൊ 9174 എന്നാണെങ്കിൽ
നിങ്ങൾ ആദ്യം നമുക്ക് ഇങ്ങനെ വരച്ചു എഴുതാം. ഇപ്പൊ ഓഡ് ഡിജിറ്റ്സ് ഈവൻ ഡിജിറ്റ്സിനെ എണ്ണി നോക്കുന്നതിന് വരെ വലിയൊരു നമ്പർ ആണെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, 9ഉം 7ഉം ഒരു പേരാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞ് ഈ നമ്പർ മിക്കതും 11 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് തരുന്ന നമ്പർ വലിയൊരു നമ്പർ ആയിരിക്കും. ഇതിപ്പം ഞാനിപ്പോ വെറുതെ എഴുതുകയാണെങ്കിൽ 1, 3, 8, 5, 4, 2 എന്നൊക്കെ പറഞ്ഞ് തരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പെയർ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഈവൻ പ്ലേസസിലുള്ളവരെ എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് നോക്കുക. ഇവിടെ നിന്ന് പോയില്ലേ, ഇത് കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്കില്ല. പിന്നെ ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുക, ഇതേപോലെ കൂട്ടി നോക്കുക. എന്നിട്ട് ഇവരുടെ ഡിഫറൻസ് എടുത്ത് നോക്കുക. എന്നിട്ട് അത് 11 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കുക. വലിയ നമ്പേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ 11 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കി. ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? 6 ഡിജിറ്റ് നമ്പർ 476x55 is divisible by 125. 125 വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനത്തെ എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. എക്സിന്റെ വൈയുടെ വാല്യൂ ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷനും ഞാൻ തന്നിരുന്നു. ഓപ്ഷൻ എങ്ങനെയാണ്? ഓപ്ഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഓപ്ഷൻ 2, 3, 4, 5 ആണ് തന്നത്. ഇപ്പൊ ഇത്രയും നമ്മൾ പഠിച്ച ഡിവിസിബിലിറ്റി റൂൾ വെച്ച് നിങ്ങൾ ഏത് ഓപ്ഷൻ ആണ് പറയുന്നത്? 2, 3, 4, 5. 125 ആണ് തന്നിരിക്കുന്നത്. അത് വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഓപ്ഷൻ, എനി ഗെസസ്, ആൻസർ കിട്ടുന്നുണ്ടോ? ഓക്കെ, 125 അല്ല, 125ന്റെ ഡിവിസിബിലിറ്റി റൂളും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 25, 5, 125 അങ്ങനത്തെ നമ്പേഴ്സ് വരുമ്പോൾ നമുക്കറിയാം 5 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം? ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2, 0 അല്ലെങ്കിൽ 5 ആയിരിക്കണം. 25 വെച്ചൊരു നമ്പർ ഡിവിസിബിൾ ആണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 25 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് must be divisible by 25. ഇനി 125 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം? must be divisible by 125. ഈ 125 എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ എക്സാംസിനും അവർ ചോദിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടത്. അപ്പൊ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എങ്ങനെയായിരിക്കണം? must be divisible by 125. അവസാനത്തെ 3 ഡിജിറ്റ്സ് എങ്ങനെയാണ്? 125 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് പറയാലോ, ഈ XY5 എന്ന് പറയുന്നത് is divisible by എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഡിവൈഡഡ് ബൈ 125 ചെയ്യുമ്പോൾ അത് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും? ഇനി ആൻസർ ഡിവിസിബിലിറ്റി റൂൾ. യെസ്, 4 എണ്ണം നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. വെരി ഗുഡ്, 4 ആണ് കറക്റ്റ് ആൻസർ. കാരണം നമുക്കറിയാം 125 എന്ന് പറയാൻ നേരത്ത് ഇവിടെ XY5 എന്നാണ്. അതായത് 5 ഓൾറെഡി എന്താണ്? 5 ഓൾറെഡി അവർ ഫിക്സ് ചെയ്തു. അപ്പൊ നമുക്കറിയാം ആദ്യം വരാൻ പോകുന്ന നമ്പർ 125. അപ്പൊ ഓക്കെ ആണ്, 5 വന്നു. ഇനി 125 into 2 എന്ന് പറയുമ്പോൾ എന്ത് വന്നു? 250 വന്നു. പക്ഷെ അവസാനത്തെ ഡിജിറ്റ് 5 വരണം. സോ ഇതെന്താണ്? ഇത് ഓക്കെ അല്ല. ഇനി 250യുടെ കൂടെ എന്ത് ചെയ്യാ? 125 കൂട്ടുക. അപ്പൊ എത്ര വരും? 250 plus 125 is equal to 375 അല്ലെ? ഇതും എങ്ങനെയാണ്? ഈ നമ്പർ പോസിബിൾ ആണ്, ഈ നമ്പറും പോസിബിൾ ആണ്. ഇനി അടുത്തത് വരുന്നത് 375ന്റെ കൂടെ 125 കൂട്ടിയാൽ 500 വരും. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ അല്ലെ? അപ്പൊ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് ആണ് പോസിബിൾ ആയിട്ട് വരിക. അപ്പം 625 വരും. അടുത്തത് എന്ത് വരും? 625 കഴിഞ്ഞ് അടുത്ത പോസിബിൾ നമ്പർ ഏതാ വരിക? 750 is not possible. അടുത്ത പോസിബിൾ നമ്പർ 875 ആണ്. അത് കഴിഞ്ഞ ഒരു 3 ഡിജിറ്റ് നമ്പർ വരൂ? ഇല്ല. അപ്പൊ നമുക്ക് പറയാം പോസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? ഒരു നമ്പർ, 2 നമ്പർ,
3 നമ്പർ 4 നമ്പർ. അപ്പൊ പോസിബിൾ ആയിട്ടുള്ള 125 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള 4 6 ഡിജിറ്റ് നമ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, 4 is the correct answer. 4 is the correct answer.